27 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ വേദിയിൽ വെച്ച് ജീവിതാനുഭവങ്ങളുടെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു? മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ വേദിയിൽ പങ്കെടുത്തു, അതോടൊപ്പം ഈ കവർ പ്രകാശനം ചെയ്തു. മൈഗ്രേഷൻ കോൺക്ലേവ് പ്രവാസികളെ സംബന്ധിച്ചുള്ള നാനാവിധമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംവാദവേദിയാണ്. ഈ സംവാദവേദിയിൽ നാളെ ഒരു പ്രബന്ധം ഞാൻ വെക്കുന്നുണ്ട്. ആ പ്രബന്ധത്തിൽ പറയുന്നത് ഗാർഹിക തൊഴിലാളികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള പ്രബന്ധമാണ്. ഇപ്പം ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ള കവർ പേജ്, അതായത് ഞാൻ എഴുതിയിട്ടുള്ള 5 കഥകളുടെ സമാഹാരമാണ്. ഈ 5 കഥകളും പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ എത്യോപ്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ വരുന്ന ഒരു വേലക്കാരിയുടെ കഥ, മറ്റൊന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ആടിനെ മേക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു ആട്ടിടയൻ്റെ കഥ, അതേപോലെ തന്നെ ഫിലിപ്പൈനിലെ ഒരു നേഴ്സ് അവിടെ സ്വന്തം കുഞ്ഞിനെ മരിച്ചിട്ട് ആ കുഞ്ഞ് മരിച്ചിട്ട് ആ മൃതദേഹം വിദേശത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പ്രയാസപ്പെട്ട് ഓടുന്ന കഥ. ഇതെല്ലാം സംഭവിച്ച കഥകളാണ്. സംഭവിച്ച കഥകളുടെ ഒരു ചിത്രീകരണമാണ് ഞാൻ ഈ കഥകളിലൂടെ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളാണ് 80-85% യാഥാർത്ഥ്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു കഥാപരമായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഭാഷാപ്രയോഗങ്ങളും മാത്രമാണ് എൻ്റെ കഥകൾ. കാരണം കഥകളിൽ എൻ്റെ കഥയിൽ ഒരു കഥ ഇടയൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ പോയിട്ട് കഷ്ടപ്പെടുന്ന ആട്ടിടയനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ എഴുതുന്ന കഥയിൽ എൻ്റെ അനുഭവത്തിലുള്ള ഇടയൻ സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെയും താല്പര്യത്തോടെയും സംരക്ഷിക്കുന്ന ഒരു അറബിയെ ചേർത്തുകൊണ്ടാണ് ഈ ആട്ടിടയൻ്റെ കഥ. ഇടയൻ എന്ന് പറയുന്ന കഥയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളാണ് ഈ എഴുത്ത് മുഴുവൻ. ഈ കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് ഇപ്പം വൈജ്ഞാനിക മേഖലയിൽ വലിയ ചർച്ചകൾ, ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും കേൾക്കാനും പറ്റിയ ഒരാളാണ്. അപ്പം പ്രവാസ ലോകത്ത് ഇപ്പോൾ ലോക കേരള സഭ അവതരിപ്പിച്ചപ്പോൾ ഇത് എന്തോ ഗൾഫ് രാജ്യങ്ങൾ വലിയ സമ്പന്നന്മാരുടെ എന്തോ ഒരു ഏർപ്പാടാണ് എന്ന് ഉള്ള അഭിപ്രായം വന്നു അക്കാലത്ത്. ഞാൻ ലോക കേരള സഭയിൽ 2 തവണ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ സാധാരണ ഗൾഫ് രാജ്യത്ത്, അതും ഇറാഖിനോട് ചേർന്ന ബോർഡറിലെ സൗദി അറേബ്യയിലെ വടക്കേ അറ്റത്ത് ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ്. ആ തൊഴിലാളിയാണ് 2 ടേമിൽ ലോക കേരള സഭയിൽ അംഗമാക്കിക്കൊണ്ട് ഗവൺമെൻറ് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയത്. അതേപോലെ തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തിരിച്ചു വന്ന നിരവധിയായ പ്രവാസികൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ അനുഭവ സമ്പത്ത് ഇത് ഭാവി കേരളത്തിന് എങ്ങനെ ഉപകരിക്കാൻ കഴിയുമെന്നുള്ള പരിശോധനയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം ഇനി നടത്താൻ പോകുന്ന 5ാമത് കോൺഗ്രസ്, ആ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠന കോൺഗ്രസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ, കേരളത്തിൻ്റെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10, 25, 30 വർഷമായിട്ട് പഠന കോൺഗ്രസ്സുകൾ തയ്യാറാക്കുന്ന രേഖക്കനുസൃതമായിട്ടുള്ള നയങ്ങളാണ്. അല്ലാതെ ഒരു ദിവസം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ് പ്രഖ്യാപിക്കുന്നതല്ല. ഇത്തരം പഠന കോൺഗ്രസ്സിലൂടെ ജനങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന വിവരങ്ങളാണ്, അത് വെച്ചുള്ള ആശയങ്ങളാണ് ഗവൺമെൻറ് നയങ്ങളായി പിന്നീട് പ്രഖ്യാപനം ചെയ്യുന്നത്. അതാണിപ്പം നടന്നുകൊണ്ടിരുന്നത്. ഈ കോൺക്ലേവ് അക്ഷരാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിപ്പോൾ 1,65,000 70,000 ആളുകൾ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ നിരവധി സെഷനിലായിട്ട് 10,000-2,000 ആളുകളിപ്പം വിവിധ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ കോൺക്ലേവ് നല്ല അനുഭവമാണ്. ഇത് കേരളീയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനമല്ല ഇതിലെ പ്രാധാന്യമെന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ പ്രകാശനം ഇപ്പം കവറിൻ്റെ പ്രകാശനം നടന്നിരിക്കുന്നു. പുസ്തകം ഫെബ്രുവരി 1 കോഴിക്കോട്ട് വെച്ചാണ് പ്രകാശനം ചെയ്യുന്നത്. അത്തിക്ക എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത്തിക്കയുടെ പ്രവാസം എന്നാണ് കഥയുടെ പേര്. അത്തിക്ക എന്ന് പറഞ്ഞാൽ 80കളിൽ കണ്ണൂരിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ് അത്തിക്ക. അദ്ദേഹം പ്രവാസം തേടി വിദേശത്തേക്ക് പോവുകയാണ്. ബോംബെയിലെത്തി, അക്കാലം ബോംബെ പോയിക്കാണല്ലോ പോവുക. ബോംബെയിൽ ചെന്നിട്ട് മാനസിക രോഗിയായിട്ട് അവിടുത്തെ ചുവന്ന തെരുവിൽ ജീവിക്കേണ്ടി വന്ന ഒരു പ്രവാസത്തിൻ്റെ കഥയാണ് അത്തിക്കയുടെ പ്രവാസം. ഇത് ഈ കഥയിൽ മാതൃഭൂമിയിലൊക്കെ വന്ന മോസക്കയുടെ പുത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പേരിട്ടത് അത്യധികമായിട്ടുള്ള വൈകാരികത ഊന്നുന്ന ഈ അത്തിക്കയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്തിക്കയുടെ പ്രവാസം എന്നുള്ള പേര് കൂടി ഈ കഥക്കിട്ടത്.